ഹലോ, അപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നതൊരു ഈദ് മേക്കപ്പ് ലുക്കായിട്ട് ഇതൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്. വളരെ മിനിമൽ പ്രൊഡക്ട്സ് ഒന്നും അല്ല, അത്യാവശ്യം പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതൊരു മോയ്സ്ചറൈസറായിട്ടും ഒരുപാട് ലേയേഴ്സ് എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാരണം ഞാനൊരു അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇത് വെസ്റ്റേൺ ഗ്ലോയുടെ അലോവേറ ജെല്ലാണ്. നല്ലൊരു അലോവേറ ജെൽ കേട്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്കത് യൂസ് ചെയ്തിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഫേസ് കണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഒരു പ്രൈമറായിട്ടും അതുപോലെ തന്നെ നമുക്കൊരു മോയ്സ്ചറൈസറായിട്ടും നമ്മുടെ ഫേസിൽ ആക്ട് ചെയ്യുന്നുള്ളതാണ് ഒരു ഭയങ്കര ഒരു പോയിന്റ്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മിയുടെ നാച്ചുറൽ കോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൽ വരുന്ന എന്താ പറയുക ഫൗണ്ടേഷൻ ക്രീമാണ്. നമ്മുടെ നോർമൽ ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. ഞാൻ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാണ്. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ വളരെ ഫുൾ കവറേജ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കിഷ്ടം. പൊതുവേ നമ്മൾ മലയാളീസ് ആരും അങ്ങനെ ഫുൾ കവറേജ് ഫൗണ്ടേഷൻസ് അങ്ങനെ പൊതുവേ പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. വാട്ടെവർ ഉപയോഗിക്കുന്നവരും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം. ഒരു ഫുൾ കവറേജ് ഞാനൊരു യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബ്ലെൻഡർ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ ഒരച്ചെടുക്കാൻ പാടില്ല. ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഫിനിഷിങ് പോവും, ആ ഒരു ഭംഗിയും പോവും. നമ്മൾ ഈ ബേസ് എത്ര കണ്ട് നമ്മൾ എന്താ പറയുക ഈ ഒരു ബ്ലെൻഡിങ് കറക്റ്റായിട്ട് ചെയ്യണം, അത്ര കണ്ട് നമ്മുടെ മേക്കപ്പ് വൃത്തിയിൽ ഇരിക്കും എന്നുള്ളതാണ് ഒരു വലിയ പോയിന്റ്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു ഫീൽ വേണമെന്നുള്ളത് കാരണം ഒരു കോട്ടും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് കോട്ട് എന്നുള്ള ഒരു ലെയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബ്ലെൻഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൻ്റെ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസീലർ എടുത്തിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് എൻ്റെ കണ്ണിൻ്റെ മേലെ അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ, അതായത് കണ്ണിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഹൈലൈറ്റിംഗ് ഓപ്ഷന് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ എൻ്റെ നെറ്റിയിൽ, മൂക്കിൻ്റെ മേലെ, അതുപോലെ തന്നെ ചിന്നിൽ, അതായത് നമ്മുടെ താടിയുടെ മേലെ. അപ്പോൾ ഈ കണ്ണിൻ്റെ മേലെ മാത്രം ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത്, കാരണം എനിക്ക് കണ്ണിൻ്റെ മേലത്തെ ആ ഒരു എന്താ പറയുക അൺഇവൻ സ്കിൻ ടോൺ നമുക്കൊന്ന് റെഡിയാക്കണം. താഴെ പട്ടികൾ ഭയങ്കര കുരയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കേണ്ടത് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ അതിന് ശേഷം ഒരു കേക്ക്, അതായത് നമ്മുടെ കോമ്പാക്ട് കേക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് എന്താ പറയുക ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രീസി ലൈൻസ് വരുന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ദിവസം ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം. ഭയങ്കര കേക്കി ഫീലിങ്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒന്ന് കോണ്ടൂർ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ എൻ്റെ ഒരു 7 പാലറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മുഖം ഭയങ്കര തേങ്ങ പോലെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മുഖത്തിന് എങ്ങനെ ചെയ്താലും കുറച്ച് അങ്ങനെ ഒരു റെഡിയായിട്ട് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മിക്കതും അത് ഒന്ന് ഒഴിവാക്കുന്നത് എൻ്റെ ബ്ലഷ് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഫേസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ എന്താ പറയുക ജോ ലൈൻസിൻ്റെ ആ ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സി കോർണർ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ അപ്പുറത്തെ ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം സെയിം വേയിൽ തന്നെ. അപ്പോൾ ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. എന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിക്കിടന്നാൽ ഭയങ്കര ബോറായിരിക്കും കാണാം. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇത് വന്നിട്ട് നമ്മുടെ ലാക്മിയുടെ 925 ബർഗൻഡി ലേഷൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചീക്കൻ ലിപ്പ് കളറാണ്, ലിപ്പ് ടിൻറ്റാണ്. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ചീക്സിൽ അപ്ലൈ ചെയ്യാണ്. ഇതാണ് എനിക്ക് പൊതുവേ എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ ഒരു ഫിനിഷിങ്. സോ അതുകൊണ്ട് ഞാൻ അതാണിപ്പോൾ എൻ്റെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, എൻ്റെ ചീക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഡാബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്നാൽ മാത്രമേ ഒന്ന് റെഡിയായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഞാൻ അപ്പുറത്തെ ഭാഗവും കംപ്ലീറ്റ് ഞാൻ കൈ കൊണ്ട് സത്യം പറഞ്ഞാൽ ചെയ്യാൻ വിട്ടുപോയി. ഡയറക്റ്റ് ഞാനിത് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യുമ്പോഴുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതൊന്ന് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ശരിക്കും അതൊരു നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. ഇനി ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്ലഷ് ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ബ്ലഷ് ഉണ്ട് എന്നാൽ അത് നാച്ചുറലായിട്ട് തോന്നും. അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാധാരണ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ ഒന്നും സജസ്റ്റ് ചെയ്തില്ല, അത് വെച്ചിട്ട് ഞാനൊന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഐബ്രോസിൻ്റെ കേസസിൽ ഞാൻ എൻ്റെ പൊതുവെ കട്ടിയുള്ള ഐബ്രോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഐബ്രോസ് എനിക്ക് അത്ര ഫില്ല് ചെയ്താൽ കുറച്ചും കൂടെ എൻ്റെ ഐബ്രോ എടുത്ത് നിൽക്കും. അപ്പോൾ ഞാൻ എൻ്റെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്ത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ളത്. ഇനി ഞാൻ ചെയ്യേണ്ടത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊലോസിൽ കാജലെടുത്തിട്ട് കണ്ണിൻ്റെ മേലെ വളരെ തിന്നായിട്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ്. എൻഡിലേക്ക് മാത്രം കുറച്ച് കട്ടിയിൽ, ബാക്കി ഉള്ളോട്ടേക്ക് ഞാൻ കുറച്ച് തിന്നായിട്ടുമാണ് എഴുതി കൊടുക്കുന്നത്. കാരണം എനിക്ക് എൻഡിലേക്ക് കുറച്ചധികം കിടക്കണം എന്നൊരു പൂതി. അതായത് സ്മഡ്ജ് ചെയ്യാനാണ്, ഒരു സ്മോക്കി ഐ ലുക്കിന് വേണ്ടിയിട്ടാണ്, ഒരു സ്മോക്കി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഞാൻ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ അതൊന്നും ബ്ലെൻഡ് ചെയ്യാണ്. ഈ സ്മോക്കി ഐസിൽ നമ്മുടെ ബ്ലെൻഡിങ്ങിൻ്റെ ഒരു പവർ പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ കയ്യിൽ കറുപ്പ് ഐഷേഡോ പാലറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഐഷേഡോ കറുപ്പ് കളർ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കറുപ്പ് ഗ്ലിറ്ററും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതെ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ ബ്ലെൻഡ് ചെയ്താൽ മാത്രം നമ്മുടെ സ്മോക്കി ഐസിനൊരു ഭംഗി വരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഐലൈനർ വെച്ച് നല്ലൊരു കട്ടി ഐലൈനർ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഞാൻ 2 കണ്ണും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൈലൈറ്റർ പാലറ്റിൽ നിന്ന് ഏറ്റവും വൈറ്റിഷ് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ബ്രഷ്, നമ്മൾ നേരത്തെ സ്മഡ്ജ് ചെയ്ത ബ്രഷ് വെച്ചിട്ട് ഒരു ലൈൻ അതിൻ്റെ മേലെ നമ്മളൊരു ഐലൈനർ കണക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഒരു ലൈനായിട്ടതൊരു നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഗ്ലിറ്ററി ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചും കൂടി ഭംഗിയിടാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊലോസൽ കാജലിനെ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ താഴെ ഒന്ന് എഴുതി കൊടുക്കണം. നമ്മുടെ ഉമ്മച്ചി കുട്ടികൾ കണ്ണ് എഴുതിയില്ലെങ്കിൽ പിന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഞാനത് കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണിന് നിറച്ചും എഴുതി കൊടുക്കണില്ല, പകുതി വരെ. അപ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ വിടർന്നിരിക്കും. അതിനുശേഷം ഞാനതിരുന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കേണ്ട, പക്ഷേ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ നമ്മുടെ മെബിലിൻ്റെ എന്താ പറയുക സൂപ്പർ ലാഷ് കേളർ മസ്കാര എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല മസ്കാര കേട്ടോ, വാട്ടർ പ്രൂഫാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഒന്ന് സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പടരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 കോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാനതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചിട്ട്, ഇപ്പം ഞാൻ 2ാമത്തെ കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഫേക്ക് ലാഷസിനെക്കാളും അടിപൊളിയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. ഫേക്ക് ലാഷസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഫേക്ക് ലാഷസ് നമ്മൾ ഡെയിലി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ കണ്ണിൻ്റെ കൺമീലിക്ക് നല്ലതല്ല. ഇനി ഞാൻ ഫേസസ് കാനഡയുടെ തന്നെ കിസ്ഡ് റൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ടാണ് എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കംപ്ലീറ്റ്ലി ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൊരു കോമഡി നടന്നു. ഇതിപ്പോൾ കഴിയുമ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി. സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയ ക്ലിപ്പിങ് കംപ്ലീറ്റ് പോയി എന്നാണ് കരുതിയത്. ഭയങ്കര ടെൻഷനായി. പക്ഷെ പിന്നെ അത് റെഡിയായി.